സൗദിയിൽ ജിദ്ദ സീസന്റെ ഭാഗമായി ഇന്ത്യ സൗദി കലാ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കും. ഈ മാസം 26-ന് ജിദ്ദയിലെ ഇക്വിസ്ട്രിയൽ ക്ലബ്ബിലാണ് പരിപാടി. ഇന്ത്യൻ ആൻഡ് സൗദി നൈറ്റ് എന്ന പേരിലാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഇന്ത്യ സൗദി കലാ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ സൗദി സംസ്കാരങ്ങൾ പരസ്പരം കൈമാറാനും മനസ്സിലാക്കാനും സഹായകരമാകുന്ന പരിപാടിയിൽ ഇരു രാജ്യങ്ങളിലെയും പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കും. ജൂലൈ 26-ന് വെള്ളിയാഴ്ച വൈകുന്നേരം ജിദ്ദ ഇക്വസ്ട്രിയൻ ക്ലബ്ബിലാണ് പരിപാടി. അന്താരാഷ്ട്ര നിലവാരത്തിലൊരുക്കുന്ന കലാ സാംസ്കാരികോത്സവത്തിൽ പ്രശസ്ത റാപ്പ് ഗായകൻ ഡെബ്സി, നികിത ഗാന്ധി, സൽമാൻ അലി എന്നിവർ ഒരുക്കുന്ന സംഗീത പെരുമഴയോടൊപ്പം സഞ്ജിത് ഡാൻസ് ക്രൂ ഒരുക്കുന്ന നൃത്തച്ചുവടുകളും ഇന്ത്യൻ സൗദി നൈറ്റിനെ അവിസ്മരണീയമാക്കും. കൂടാതെ പ്രമുഖ ബോളിവുഡ് നടി ഗൗഹർ അലി ഖാനും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി കമ്മ്യൂണിറ്റി പ്രോഗ്രാം മാനേജർ നൌഷീം വസീം ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. A very special design program only for communities, and we have placed the Indian community as the opening ceremony. Saudi Arabia is the host country right now, so it will be an opening ceremony, and Saudi culture and Indian culture will be presented. സുലൈമാൻ ഖുറൈഷി, അൽബുഹാറ തുടങ്ങിയ പ്രശസ്തരായ സൗദി കലാകാരന്മാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ മറ്റു നിരവധി ഇന്ത്യൻ സൗദി കലാരൂപങ്ങളും അരങ്ങേറും. 35 റിയാൽ, 99 റിയാൽ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക്. 99 റിയാൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് സീറ്റിലിരുന്ന് പരിപാടി ആസ്വദിക്കാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. ടിക്കറ്റ് വിൽപ്പന പ്രഖ്യാപിക്കുന്നതോടെ വി ബുക്ക് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും പ്രശസ്ത ഔട്ട്ലെറ്റുകളിലൂടെയും ടിക്കറ്റുകൾ ലഭിക്കും. 20,000-ഓളം പേർക്ക് പരിപാടി ആസ്വദിക്കാനാകും വിധമാണ് ക്രമീകരണങ്ങൾ. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇക്വസ്ട്രിയൻ ക്ലബ്ബിലേക്ക് സൗജന്യ ബസ് സർവീസുകളും ഒരുക്കുന്നുണ്ട്. തുടർന്നുള്ള ആഴ്ചകളിൽ മറ്റു ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും സമാനമായ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുമെന്ന് നൌഷീം വസീം അറിയിച്ചു. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി കണ്ടന്റ് മാനേജർ ഫർഹാനാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.